فبأي آلاء ربكما تكذبان. അടുത്ത നാമങ്ങൾ അൽ ഖവിയ്യു അൽ മതീൻ. അൽ ഖവി അൽ മതീൻ. അൽ ഖവി എന്ന് പറഞ്ഞാൽ ശക്തൻ, അൽ മതീൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഏറ്റവും വലിയ ശക്തിയുള്ളവൻ എന്നുള്ളതാണ് മതീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖവി എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു ആഴത്തിലുള്ള അവസ്ഥ. ഷദീദുൽ ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഈ രണ്ട് നാമങ്ങൾ പല സന്ദർഭങ്ങളിലും ഒരുമിച്ച് വന്നിട്ടുണ്ട്. സൂറത്ത് ശൂറയിലെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു ലതീഫുൻ ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു അവന്റെ അടിമകളോട് അങ്ങേയറ്റത്തെ കൃപയും അനുകമ്പയും എല്ലാം ഉള്ളവനാണ്. യർസുഖു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ റിസ്ക് നൽകുന്നു. വഹുവൽ ഖവിയ്യുൽ അസീസ്, അവൻ ഖവിയാണ്, ശക്തനാണ്, പ്രതാപിയാണ്. അതുപോലെ ഖവി എന്നുള്ളത് ധാരാളം സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട്. മതീൻ എന്നുള്ളത് ഖുവ്വത്തിനോട് ചേർത്തിട്ട് വന്നിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞത് പാടിപ്പോയിട്ട്. സൂറത്ത് മുജാദിലയിലെ 21-ാമത്തെ ആയത്തിൽ കതബല്ലാഹു ലാ ഗലിബന്ന അന വറുസുലി ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്, നാം രേഖപ്പെടുത്തിയിട്ടുണ്ട്, തീരുമാനിച്ചിട്ടുണ്ട്, നാമും അതുപോലെ തന്നെ നമ്മുടെ റസൂലുകളുമാണ് വിജയിക്കുക, അല്ലാഹു ഖവിയ്യുൻ അസീസുമാണ്. സൂറത്ത് ഹൂദിലെ 66-ാമത്തെ ആയത്തിൽ ഇന്ന റബ്ബക ഹുവൽ ഖവിയ്യുൽ അസീസ്. ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങളിൽ അൽ ഖവി എന്നുള്ള നാമം വന്നിട്ടുണ്ട്. അൽ മതീൻ എന്നുള്ളത് ഖുർആനിൽ ഒരു തവണയാണ് വന്നിട്ടുള്ളൂ. അത് അൽ ഖുവ്വത്ത് എന്നതിനോട് ചേർന്നിട്ടാണ് വന്നിട്ടുള്ളത്. അത് സൂറത്ത് ദാരിയാത്തിലെ 58-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അല്ലാഹുവാണ് റിസ്ക് നൽകുന്നവൻ, അവനാണ് ഏറ്റവും ശക്തിയുള്ളവൻ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അൽ ഖവി അൽ മതീൻ എന്നുള്ള നാമങ്ങൾ മനസ്സിലാക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ശക്തനായിക്കൊണ്ട് ഒരാളുമില്ല. ഏറ്റവും ശക്തനായിട്ടുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിനെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്താനോ അള്ളാഹുവിനെ കീഴ്പ്പെടുത്താനോ ഒന്നും തന്നെ ഈ ആകാശഭൂമികളിൽ ഇല്ല. അള്ളാഹുവിൻ്റെ തീരുമാനം തള്ളപ്പെടുകയില്ല, അതുപോലെ സംഭവിക്കും. അള്ളാഹു തആല ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ഉയർത്തും, ഉദ്ദേശിക്കുന്നവരെ താഴ്ത്തും, ഉദ്ദേശിക്കുന്നവർക്ക് പ്രതാപം നൽകും, ഉദ്ദേശിക്കുന്നവർക്ക് നിന്ദ നൽകും. അങ്ങനെ എല്ലാവിധ ഖുവ്വത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൈകളിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആല ഇമ്രാനിലെ 160-ാമത്തെ ആയത്തിൽ പറയാണ്, ഇയൻസുറുകുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കുന്ന പക്ഷം നിങ്ങളെ കീഴ്പ്പെടുത്താൻ, നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. വഇയഖ്ദുൽകും ഫമൻ ദല്ലദി യൻസുറുകും മിൻ ബഅദിഹി, അള്ളാഹു നിങ്ങളെ കൈവിട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന് പുറമെ വേറെ ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത്? വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അള്ളാഹുവിൻ്റെ മേൽ മുഅ്മിനീങ്ങൾ ബരമേൽപ്പിക്കട്ടെ എന്ന് പറഞ്ഞു കാണാം. അപ്പോൾ സൂറത്തുൽ ബഖറയിലെ 165-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ, തെമ്മാടികളായിട്ട് ദുൽമ ചെയ്ത് ജീവിച്ച ആളുകൾ അവർ ശിക്ഷയെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ, എല്ലാവിധ ശക്തിയും അള്ളാഹുവിൻ്റെതാണ്. വഅന്നല്ലാഹ ശദീദുൽ അദാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തി എന്നുള്ളത് നാളെ മുശ്രിക്കീങ്ങൾ, കുഫാറുകൾ നാളെ പരലോകത്ത് അവർക്ക് ബോധ്യപ്പെടും. അള്ളാഹുവിൻ്റെ ശിക്ഷ കാണുമ്പോൾ, അള്ളാഹുവിൻ്റെ ആധിപത്യവും അധികാരവും കാണുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും അള്ളാഹുവിൻ്റെ ശക്തി എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളത്. ഇനി അള്ളാഹു ആണ് ഏറ്റവും ശക്തിയുള്ളവൻ. അള്ളാഹുവിൻ്റെ ശക്തിയെ ഏറ്റവും നല്ല രീതിയിൽ അറിയിക്കുന്ന ധാരാളം സന്ദർഭങ്ങൾ ഖുർആനിൽ നമുക്ക് കാണാം. പല രീതികളിലായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ശക്തിയെ അള്ളാഹു അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നബിമാരെ, അവൻ്റെ ഔലിയാക്കളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഖുവ്വത്തിനെ അറിയിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നോക്കി നമ്മൾ പല ചരിത്രങ്ങൾ അറിയാം, നബിമാരുടെയും സ്വാലിഹീങ്ങളുടെയും പല ചരിത്രങ്ങൾ അറിയാം. ആ ചരിത്രങ്ങളിലെല്ലാം പല രീതിയിലുള്ള അവസ്ഥകളിൽ നിന്ന്, ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ ഖുവ്വത്തിനെ അറിയിക്കുന്ന കാര്യമാണ്. സൂറത്ത് ഹൂദിലെ 66-ാമത്തെ ആയത്തിൽ പറയാണ്, ഫലമ്മാ ജാഅ അംറുനാ നജ്ജൈനാ സാലിഹൻ വല്ലദീന ആമനൂ മഅഹു ബിറഹ്മത്തിൻ മിന്നാ വമിൻ ഖിസി യൗമിഇദിൻ
സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു പറയാണ്, സ്വാലിഹിനെയും ആ സ്വാലിഹിനോടൊപ്പം വിശ്വസിച്ച ആളുകളെയും നാം രക്ഷിച്ചു. ഇന്ന റബ്ബക ഹുവൽ ഖവിയ്യുൽ അസീസ്, നിന്റെ റബ്ബ് തീർച്ചയായും ശക്തിയുള്ളവനാണ്, പ്രതാപിയാണ് എന്ന് പറഞ്ഞു. സൂറത്തുൽ ഹജ്ജിലെ 40-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വലയൻസുറന്നല്ലാഹു മൻ യൻസുറുഹു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. അള്ളാഹുവിനെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കുന്നതാണ്. അള്ളാഹു ശക്തിയുള്ളവനും പ്രതാപിയുമാണ്. അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിലുള്ള ഈമാൻ അത് യഥാർത്ഥത്തിൽ ഉറപ്പിക്കുകയും അതനുസരിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുകയും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും എല്ലാം ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിനെ സഹായിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ധാരാളം സന്ദർഭങ്ങളിൽ അള്ളാഹു തആല ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അഹ്സാബ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ സൂറത്തുൽ അഹ്സാബിലെ 25-ാമത്തെ ആയത്തിൽ കാണാം. അഹ്സാബ് യുദ്ധം നമുക്കറിയാം, മദീനയിലെ മൊത്തം ജനസംഖ്യയേക്കാൾ ആളുകൾ ഇസ്ലാമിനെതിരെ, മുഅ്മിനീങ്ങൾക്കെതിരെ ശക്തമായി എല്ലാ ഗോത്രങ്ങളും ഒരുമിച്ച് കൂടി സംഘമായി വന്ന് ആക്രമിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളുടെ ഉള്ളിൽ ഭയമിട്ട് കൊടുത്ത് കാറ്റിനെ അയച്ചുകൊണ്ട് അവർ കെട്ടിയ കൂടാരങ്ങൾ ഉൾപ്പെടെ ഭയപ്പെട്ട് ഓടിപ്പോകുന്ന അവസ്ഥയുണ്ടായി. അത് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ, മുഅ്മിനീങ്ങൾക്ക് ഒരു യുദ്ധം ആവശ്യമില്ലാത്ത രീതിയിൽ അള്ളാഹു മതിയാക്കി കൊടുത്തു. വകാന അല്ലാഹു ഖവിയ്യൻ അസീസ, അള്ളാഹു അങ്ങേയറ്റം കഴിവുള്ളവനും പ്രതാപിയുമാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ കൂറു പുലർത്തുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് സിദ്ഖ് കാണിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ ശക്തിയുള്ള ഒന്നുമില്ല. ആകാശഭൂമികൾക്കകത്തുള്ള എല്ലാവരും നമുക്കെതിരാണെങ്കിലും അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിനോടൊപ്പം അല്ലെങ്കിൽ അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് എങ്കിൽ അള്ളാഹുവിനോളം ശക്തി മറ്റൊരൊന്നിനും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ശക്തി അവിടെ തെളിയിച്ച സന്ദർഭങ്ങൾ കാണാം. അതുപോലെ തന്നെ അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകളെ നശിപ്പിച്ച സന്ദർഭങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ശക്തിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾക്ക് അഹങ്കാരം ഉണ്ടാകും, എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം, അങ്ങനെയെല്ലാം അഹങ്കരിക്കുന്ന ആളുകൾ, അങ്ങനെ തെമ്മാടിത്തരത്തിൽ ജീവിച്ച ആളുകളെ അള്ളാഹു നശിപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അള്ളാഹു അവന്റെ ശക്തിയെ പറ്റി പറയുന്നുണ്ട്. സൂറത്തുൽ അൻഫാലിലെ 52-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, കദബി ആലി ഫിർഔൻ, ഫിർഔനിന്റെ ആളുകളെ പോലെ, വല്ലദീന മിൻ ഖബ്ലിഹിം, അതിനു മുമ്പുണ്ടായിരുന്നവരും, കഫറൂ ബി ആയാത്തില്ലാ, അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അവരുടെ പാപങ്ങൾ കാരണത്താൽ അള്ളാഹു അവരെ ശിക്ഷിച്ചു, പിടികൂടി. ഇന്നല്ലാഹ ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്, അള്ളാഹു ശക്തനാണ്, കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് കാണാം. അതുപോലെ സൂറത്തു ഗാഫിറിലെ 21-22 ആയത്തുകളിൽ അള്ളാഹു തആല പറയാണ്, അവലം യസീറു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടില്ലേ? ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന കാനൂ മിൻ ഖബ്ലിഹിം, അവർ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളുടെ പര്യവസാനം എന്തായിരുന്നു എന്നുള്ളത്. അഥവാ അവസാനം അവർ സമൂദ് ഗോത്രങ്ങൾ, ആദ് ഗോത്രങ്ങൾ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹം, അങ്ങനെ തുടങ്ങി പല ആളുകളുടെയും അവസ്ഥ എന്തായിരുന്നു എന്ന്. കാനൂഹും അശദ്ദ മിൻഹും ഖുവ്വതൻ വആഥാറൻ ഫിൽ അർദ്, ചില ആളുകൾക്ക് ഞാൻ നല്ല ശക്തനാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയാണ്, നിങ്ങളെക്കാൾ ശക്തി ഉണ്ടായിരുന്നവരായിരുന്നു അവർ, പർവ്വതങ്ങൾ തുരന്ന് വീടുണ്ടാക്കിയിരുന്നവരായിരുന്നു അവർ, നിങ്ങളെക്കാൾ രൂപത്തിലും വലുപ്പത്തിലും കഴിവിലും ശക്തി അള്ളാഹു നൽകിയ ആളുകളായിരുന്നു മുൻപുണ്ടായിരുന്ന പലരും. ഫഅഖദഹുമുല്ലാഹു ബിദുനൂബിഹിം, അവരെ അള്ളാഹു അവരുടെ പാപങ്ങൾ കാരണത്താൽ പിടികൂടിയിട്ടുണ്ട്. വമാ കാന ലഹും മിനല്ലാഹി മിൻ വാഖ്, അള്ളാഹുവിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഒരാളുണ്ടായിട്ടില്ല. ദാലിക ബിഅന്നഹും കാനത് തഅതീഹിം റുസുലുഹും, അതെന്തുകൊണ്ടാണ് ആ ശിക്ഷ അവർക്ക് ലഭിച്ചത്? അവരിലേക്ക് റസൂലുകൾ വന്നപ്പോൾ, ബിൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ കൊണ്ട് റസൂലുകൾ വന്നപ്പോൾ, ഫകഫറു ഫഅഖദഹുമുല്ലാഹ്, അവർ നിഷേധിച്ചു, അതുകൊണ്ട് അള്ളാഹു അവരെ പിടികൂടി. ഇന്നഹു ഖവിയ്യുൻ ശദീദുൽ ഇഖാബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തനാണ്, അതുപോലെ തന്നെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് അള്ളാഹുവിന്റെ ശക്തിയെ പറ്റി പറഞ്ഞത് കാണാം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശക്തിയെ അറിയിക്കുന്ന കാര്യമാണ് ആകാശഭൂമികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തുന്നു എന്നുള്ളത്. ആയത്തുൽ കുർസിയിൽ സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്തിൽ ആകാശഭൂമികളെ പറ്റി പറഞ്ഞിട്ട് പറയാണ്, വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയുൽ അദീം, ആ ആകാശഭൂമികളെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവുമല്ല എന്ന രീതിയിൽ കാണാം. ഇനി അള്ളാഹുവിന്റെ ശക്തിയെ അറിയിക്കുന്ന മറ്റു ചില കാര്യങ്ങളാണ് റിസ്ക് എന്നുള്ളത്. ഒരു അടിമകൾക്ക് ആവശ്യമായിട്ടുള്ള ഉപജീവനം എന്നുള്ളത്
അത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ കയ്യിലും അധികാരത്തിലുമാണ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ശക്തിയെ അറിയിക്കുന്ന കാര്യമാണ്. നോക്കൂ, സൂറത്തു ശൂറയിലെ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ്, അല്ലാഹു ലതീഫും ബിഇബാദിഹി യർസുഖു മൻ യശാ വഹുവൽ ഖവിയ്യുൽ അസീസ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് നൽകുന്നു, അവൻ ഖവിയ്യും അസീസുമാണ്. സൂറത്തു ദാരിയാത്തിലെ 58-ാമത്തെ ആയത്തിലും പറഞ്ഞു, ഇന്നല്ലാഹ ഹുവർ റസാഖ് ദുൽ ഖുവ്വത്തിൽ മതീൻ. അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ, എല്ലാവിധ ശക്തിയുള്ളവനും അള്ളാഹുവാണ്. ഇനി സൂറത്തുൽ കഹ്ഫിലെ തോട്ടക്കാരുടെ മുഅ്മിനായിട്ടുള്ള തോട്ടക്കാരുടെ സംസാരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദി കാണിക്കാത്ത, അഹങ്കാരം കാണിച്ച ആ തോട്ടക്കാരൻ്റെ എല്ലാം നശിച്ചു പോയ സന്ദർഭത്തിൽ മുഅ്മിനായ വ്യക്തി പറഞ്ഞ വാക്ക് നമുക്ക് കാണാം. സൂറത്തുൽ കഹ്ഫിലെ 39-ാമത്തെ ആയത്തിൽ, വലൗല ഇദ് ദഖൽത ജന്നതക്, നിനക്ക് നിന്റെ തോട്ടത്തിൽ കയറിയ സന്ദർഭത്തിൽ നിനക്ക് പറയാമായിരുന്നില്ലേ, ഖുൽത മാ ഷാ അല്ലാഹ് ലാ ഖുവ്വത ഇല്ലാ ബില്ലാ, അല്ലാഹു ഉദ്ദേശിച്ച എത്രയത്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയുമില്ല എന്ന് നിനക്ക് പറയാമായിരുന്നില്ലേ എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ എല്ലാവിധ റിസ്ക്കും അള്ളാഹുവിന്റെ ശക്തിക്ക് കീഴിലാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുലേക്കല്ലാതെ രക്ഷ തേടിക്കൊണ്ട് മടങ്ങിച്ചെല്ലാൻ നമുക്ക് വേറൊന്നുമില്ല. മൽജവും മഞ്ചവുമായിട്ട് അള്ളാഹു അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അള്ളാഹുവിൻ്റെ അടുക്കലേക്കല്ലാതെ നമ്മെ ബാധിക്കുന്ന ദോഷങ്ങളിൽ നിന്നോ ഉപദ്രവങ്ങളിൽ നിന്നോ രക്ഷയായിട്ട് അള്ളാഹുലേക്കല്ലാതെ മറ്റൊരാളിലേക്ക് നമുക്ക് മടങ്ങാനില്ല. അത് അള്ളാഹുവിന്റെ ശക്തിയെ അറിയിക്കുന്നതാണ്. അപ്പൊ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൂറത്തു ദാരിയാത്തിലെ 50-ാമത്തെ ആയത്തിൽ, ഫഫിറൂ ഇലല്ലാഹ് ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ. നിങ്ങൾ അള്ളാഹുലേക്ക് ഓടിയടുക്കി, അള്ളാഹുലേക്ക് ഓടിയടുക്കി. നിങ്ങൾക്ക് രക്ഷപ്പെടണോ, അള്ളാഹുലേക്ക് അടുക്കി, ഞാൻ നിങ്ങൾക്കുള്ള വ്യക്തമായിട്ടുള്ള താക്കീതുകാരൻ മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. അപ്പോൾ നമുക്ക് മടങ്ങാനുള്ളത്, നമുക്ക് രക്ഷ തേടാനുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇനി അള്ളാഹുവിൻ്റെ ഖുവ്വത്തിനെ അറിയിക്കുന്ന, ശക്തിയെ അറിയിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഉദ്ദേശിക്കുന്നത് പോലെ പ്രവർത്തിക്കുന്നവനാണ് അവൻ. ഫഅാലുൽ ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അവൻ പ്രവർത്തിക്കും. ഒരാളും അള്ളാഹുവിനെ തോൽപ്പിക്കാനോ അള്ളാഹുവിനെ ചോദ്യം ചെയ്യാനോ ഒന്നും തന്നെയില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ ശക്തിയെ പൂർണ്ണമായി അറിയിക്കുന്നതാണ്. അള്ളാഹു തആല സൂറത്തുൽ അറാഫിലെ 54-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അലാ ലഹുൽ ഖൽഖു വൽ അംർ തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹുവിൻ്റെതാണ് സൃഷ്ടിപ്പ്, അള്ളാഹുവിൻ്റെതാണ് അതിലുള്ള തീരുമാനങ്ങളും അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിനാണ് അതിന് അവകാശമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ് അതിന് അധികാരമുള്ളത്. അപ്പോൾ സൂറത്ത് യൂനുസിലെ 3-ാമത്തെ ആയത്തിനും അള്ളാഹു പറയുന്നുണ്ട്, യുദബ്ബിറുൽ അംർ മാ മിൻ ഷഫീഇൻ ഇല്ലാ മിൻ ബഅദി ഇദ്നിഹി. കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാണ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഖുവ്വത്തിനെ അറിയിക്കുന്നതാണ്. ഇനി അള്ളാഹുവിൻ്റെ ഈ ശക്തിയെ ഏറ്റവും നല്ല രീതിയിൽ വകവെച്ചു കൊടുക്കുന്ന, അതിനു മുമ്പിൽ കീഴൊതുങ്ങുന്ന കലിമത്തുൽ ഇസ്ലാം വൽ ഇസ്തിസ്ലാം എന്ന് പറയുന്ന ഒരു വാക്കാണ് ഹൗഖല അല്ലെങ്കിൽ ഹൗലഖ എന്ന് പറയുന്ന ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന വാക്ക്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ബിൻ ഖൈസിനോട് പറയുകയുണ്ടായി, യാ അബ്ദുല്ലാഹ് ബിൻ ഖൈസ് ഖുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഫഇന്നഹാ മിൻ കുനൂസിൽ ജന്ന. നീ പറയുക, ലാ ഹൗല, ഒരു കഴിവില്ല, ഒരു ശക്തിയുമില്ല, വലാ ഖുവത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു നന്മ എനിക്ക് ചെയ്യാനോ ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാനോ എനിക്ക് കഴിയില്ല, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. അള്ളാഹുവിൻ്റെ ഖുവ്വത്തിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന വാക്ക്. മറ്റൊരു ഹദീസിൽ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 7 കാര്യങ്ങൾ എൻ്റെ ഖലീൽ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ അറിയിച്ചു. അതിലൊന്ന് പറഞ്ഞത്, വഅമറനി അൻ ഉക്തിറ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഫഇന്നഹുന്ന മിൻ കൻസിൻ തഹ്ത അൽ അർശ്. എന്നോട് ധാരാളമായി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാൻ എന്നോട് കൽപ്പിച്ചു. അത് അർശിന് കീഴിലുള്ള നിധിയാണെന്ന് അറിയിക്കുകയും ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാം. അപ്പോൾ ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ള വാക്ക് അത്രയധികം അള്ളാഹുവിൻ്റെ ശക്തിയെ അംഗീകരിച്ചു കൊടുക്കുന്ന, ആ കഴിവിന് മുമ്പിൽ കീഴ്പ്പെടുന്ന കലിമത്തുൽ ഇസ്ലാമി വൽ ഇസ്തിസ്ലാം, അങ്ങേയറ്റത്തെ വിധേയത്വം കാണിക്കുന്ന, കാര്യങ്ങളെല്ലാം അള്ളാഹുലേക്ക് മടക്കുന്ന, എല്ലാ കഴിവും അള്ളാഹുവിനാണെന്ന് അംഗീകരിച്ചു കൊടുക്കുന്ന, ഏതൊരു ഗുണവും ഏതൊരു ലഭിക്കാനും ഏതൊരു ദോഷവും തടയാനും അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അംഗീകരിക്കുന്ന ഒരു വാക്കാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത്.
അതുകൊണ്ടാണ് തവക്കുൽ, യഥാർത്ഥത്തിൽ തവക്കുൽ ചെയ്യുന്നവൻ ഈ കലിമത്തിന്റെ ആശയത്തെയാണ് പൂർത്തീകരിക്കുന്നത്. അത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ, ഇപ്പൊ അള്ളാഹുവിൽ യഥാർത്ഥ രൂപത്തിൽ തവക്കുൽ ചെയ്യണമെങ്കിൽ അള്ളാഹുവിന്റെ ശക്തിയെയും കഴിവിനെയും മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളൊരു പെട്ടെന്നൊരു സ്ഥലത്തേക്ക് വലിയൊരു താഴ്ചയിൽ വീഴാൻ പോവുക വിചാരിക്കുക. അപ്പൊ 2 കയറുണ്ട്. അപ്പൊ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പിടിക്കണമെങ്കിൽ അതിൽ ഏറ്റവും നമ്മെ താങ്ങി നിർത്താൻ ബലവത്തായിട്ടുള്ള കയറിലെ പിടിക്കുകയുള്ളൂ. അത് അറിഞ്ഞാലാണ് നമുക്കതിൽ പിടിക്കാൻ സാധിക്കുക. അള്ളാഹുവിനെ കുറിച്ച് അറിവില്ല എങ്കിൽ എങ്ങനെ അള്ളാഹുവിനെ തവക്കുൽ ചെയ്യാൻ സാധിക്കുക? അള്ളാഹുവിന്റെ ശക്തിയെ കുറിച്ച് അറിയില്ല എങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ അള്ളാഹുൽ വരമേൽപ്പിക്കാൻ സാധിക്കുക? അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് അറിയില്ല എങ്കിൽ എങ്ങനെയാണ് അള്ളാഹുൽ പൂർണ്ണമായി ആശ്രയിക്കാൻ സാധിക്കുക? അപ്പൊ അള്ളാഹു അൽ ഖവിയാണ്, അൽ മതീനാണ്. പരിപൂർണമായ അങ്ങേയറ്റത്തെ ശക്തിയും കഴിവും എല്ലാം ഉള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ്. അതറിയിക്കുന്ന കലിമത്താണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത്. ഈ നാമം മനസ്സിലാക്കുന്നതിലൂടെ ഒരാൾക്ക് ഏറ്റവും സാധിക്കുന്ന കാര്യം പൂർണ്ണമായി അള്ളാഹുവിൽ ബരമേൽപ്പിക്കാനാണ്. സലഫുകളിൽ നിന്നുള്ളൊരു അസറിൽ കാണാം, മൻ സർറഹു അൻ യകൂന അഖ്വൻ നാസ്, ആർക്കെങ്കിലും ജനങ്ങളിൽ ഏറ്റവും ശക്തിമാനായി മാറണമെങ്കിൽ, അഥവാ ഹൃദയം കൊണ്ടും എല്ലാം ദൃഢതയുള്ള ആളായി മാറണമെങ്കിൽ ഫൽയതവക്കൽ അലല്ലാഹ്, അവൻ അള്ളാഹുവിൽ വരമേൽപ്പിക്കട്ടെ. ആരാണോ അള്ളാഹുൽ വരമേൽപ്പിക്കുന്നത് അവനാണ് ഏറ്റവും ഖുവത്തുള്ളവൻ. അവന് ഏറ്റവും എന്ത് പരീക്ഷണത്തിലും ഉറച്ചു നിൽക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിൽ അവൻ ആയിരിക്കും. അതുകൊണ്ട് ഈ ഖവി മതീൻ എന്നുള്ള നാമം അള്ളാഹുവിന്റെ ശക്തിയെ നമ്മൾ മനസ്സിലാക്കി തരുന്ന, നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട നാമങ്ങളാണ് അൽ ഖവി, അൽ മതീൻ എന്നീ നാമങ്ങൾ.